പാലപ്പള്ളി കാര്യകുളത്ത് 30ഓളം കാട്ടാനകൾ ഇറങ്ങി. കനാറ്റപ്പാടം സ്കൂളിന് സമീപം മുപ്പിളിവാലി ആശുപത്രിക്ക് സമീപത്തുമാണ് കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ്. കുണ്ടായി റബ്ബർ എസ്റ്റേറ്റിലെ 40 ഹെക്ടറിലെയും കാര്യകുളം മുപ്പിളി എസ്റ്റേറ്റിലെ 7 ഹെക്ടറോളം റബ്ബർ തൈകളും ആനകൾ നശിപ്പിച്ചു. എസ്റ്റേറ്റ് ഗാർഡുകളിലിരുന്ന ഷെഡ്, റബ്ബർ പാലരിക്കുന്ന വേമൻ ഷെഡ്, ബാർക്കുകൾ എന്നിവയും ആന തകർത്തു. നിലവിൽ സോളാർ ഫെൻസിംഗ് അല്ലാത്ത ആനകളെ പ്രതിരോധിക്കാൻ മറ്റൊരു മാർഗവും ഇവിടെയില്ല. സോളാർ വേലി മറികടന്നാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലാണ് നാട്ടുകാർ. ഭക്ഷണം കിട്ടാത്തതിനാലാണ് ആനകൾ കാടിറങ്ങുന്നതെന്നും ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കാൻ അധികൃതർ സംവിധാനം ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആനകളെ ശല്യം വളരെ രൂക്ഷമാണ്, കൂടുതലാണ്. അതായത് ബൈക്കില് റോഡിലൂടെ സഞ്ചരിക്കാനും പറ്റുന്നില്ല. കാട്ടിൽ ഈ റബ്ബറും കാട്ടില് എസ്റ്റേറ്റിൽ ജോലി ചെയ്യാനും ജോലിക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കാടുകൾ വന്നിട്ട് മരങ്ങൾ നശിപ്പിക്കുന്നത്, റീപ്ലാന്റ് ഏറെക്കുറെ മരങ്ങൾ നമ്മുടെ അടുത്ത് കുണ്ടായി നഗർ പ്രദേശത്ത് 1000ഓളം മരങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു. ഭയങ്കര ഭയത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു പരിഹാരം കിട്ടണമെങ്കിൽ ട്രഞ്ച് എടുത്തിട്ട് ഫെൻസ് ഇടേണ്ട ഒരവസ്ഥയാണ്. അല്ലാതെ ആനോടേക്ക് വരാണ്ടിരിക്കലാണ് ഇതിനൊരു പരിഹാരം. അതിനുള്ള നടപടികൾ ചെയ്യണം. തൊലികൾ ഇപ്പം ഈ അടുത്താണ് ഈ തൊലികൾ കടിച്ച് തിന്നാൻ തുടങ്ങിയത്. തൊലികൾ വെച്ചാൽ മരങ്ങൾ, ചെറിയ തൈകൾ കടിച്ച് തൊലികൾ നല്ല നീളത്തിൽ 1 മീറ്ററോളം 2 മീറ്ററോളം നീളത്തിൽ തിന്നണു. ഈ വലിയ മരങ്ങൾ ഇങ്ങനെ തൊലി കളിച്ച് തിന്നണു. അപ്പോൾ ആ മരം അതോടുകൂടി നശിച്ചു പോയി. പിന്നെ ആന തട്ടിയിടുന്നത്, ഒടിക്കുന്നത് വേറെ. അതിലൊക്കെ ഉപരി ജീവന് ഭീഷണിയാണ്.